നെക്സ്റ്റ് നമുക്ക് ഈ നമ്പർ തിയറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ്, കുറച്ച് വേർഡ്സ് പരിചയപ്പെടേണ്ടതുണ്ട്. ഫസ്റ്റ്, എന്താണ് ഡിവൈസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ്, ഡിവൈസർ. Divisor. If A and B are any two integer, if A and B are any two integer where B not equal to 0, where B not equal to 0, then B is said to be a divisor, or factor of A if there exists another integer C such that A equal to B into C. അപ്പോൾ B എന്ന ഇൻറ്റിജർ എയുടെ ഡിവൈസർ എന്ന് പറയണമെങ്കിൽ A എന്തായിരിക്കണം? B into C ആയിരിക്കണം. അഥവാ A സം ഇൻറ്റിജർ into B ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബിനെ എയുടെ ഒരു ഡിവൈസർ എന്ന് പറയും, അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 6ന്റെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഈക്വൽ ടു 2 into 3 എന്ന് എഴുതാം. അപ്പോൾ 6ന്റെ ഒരു ഫാക്ടറാണ് 2, അല്ലേ? ദാറ്റ് ഈസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് 6. അതുപോലെ തന്നെ 3 എന്താണ്? 3 ഈസ് എ ഫാക്ടർ ഓഫ് 6. അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ 1 into 6 എന്ന് എഴുതാം. Therefore 1 is a factor of 6. Same 6 is a factor of 6. ഈ ഫാക്ടർ എന്ന വേർഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈസർ എന്നും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഡിവൈസർ, എന്താണ് ഫാക്ടർ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും. Therefore 2 എന്താണ്? 2 is a divisor of 6. അതുപോലെ തന്നെ 3 is a divisor of 6, 1 is a divisor of 6 and 6 also divisor of 6. ഇതാണ് ഡിവൈസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ്, if B is a divisor of A, we also say that A is divisible by B. ഓക്കെ, അപ്പോൾ എന്താണ് A divisible by B എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? A divisible by B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു B ആയിരിക്കും. ദാറ്റ് ഈസ് A divisible by B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A by B സം ഇൻറ്റിജർ. അങ്ങനെയും പറയാം. A divisible by B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A by B സം കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് എടുത്തെഴുതാം. ദാറ്റ് ഈസ് A ഈക്വൽ ടു BC. അപ്പോൾ ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. A divisible by B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A by B സം കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ B is a divisor of A. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് നമ്പർ തിയറിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 0നെ നമുക്ക് എന്ത് എഴുതാം? 0 into B എന്ന് എഴുതാം. B ഏത് ഇൻറ്റിജർ എടുക്കാം, അല്ലേ? ഇതിന്റെ മീനിങ് എന്താ? 0 ഈക്വൽ ടു 0 into B. ഇത് എപ്പോഴും ശരിയാണ്, അല്ലേ? അതുകൊണ്ട് ഏത് ഇൻറ്റിജറും അതെന്താണ്? 0യുടെ ഒരു ഡിവൈസർ ആണ്.
അല്ലേ? ഫോർ എനി ഇൻഡിജർ, ഏത് ഇൻഡിജർ എടുത്തിട്ടുണ്ടെങ്കിലും അതെന്താണ്? സീറോയുടെ ഡിവൈസർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് തേർഡ് പോയിന്റ്. എവരി ഇൻഡിജർ ഈസ് എ divisor of 0. Okay, every integer is a divisor of 0. Next, fourth point. If b is a divisor of a, then okay, b is a divisor of a ആണെങ്കിൽ b also divisor of minus a. That is, a യുടെ ഒരു ഡിവൈസർ ആണ് b എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a ഈക്വൽ ടു സം b ഇൻറ്റു c എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ a യുടെ ഒരു ഡിവൈസർ b ആണെങ്കിൽ b മൈനസ് a യുടെയും ഡിവൈസർ ആണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം? വളരെ സിമ്പിൾ പ്രൂഫ്. a ഈക്വൽ ടു ബി സി, a യുടെ ഒരു ഡിവൈസർ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഈക്വൽ ടു ബി സി ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് a ഈക്വൽ ടു മൈനസ് ഓഫ് ബി സി എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു b ഇൻറ്റു മൈനസ് സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് a ഈക്വൽ ടു b ഇൻറ്റു സി, അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? മൈനസ് a ഡിവൈഡ് ബൈ b ഈക്വൽ ടു മൈനസ് സി എന്ന് എഴുതാം. ഇതിന്റെ മീനിങ് എന്താണ്? എയുടെ ഒരു ഡിവൈസർ ആണ് b എങ്കിൽ മൈനസ് എയുടെയും ഡിവൈസർ ആണ് b, അല്ലേ? ദാറ്റ് ഈസ് മൈനസ് a ഈക്വൽ ടു b ഇൻറ്റു സം കോൺസ്റ്റന്റ് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഫോർത്ത് പ്രോപ്പർട്ടി, നോട്ട് പ്രോപ്പർട്ടി, ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റിസൾട്ട്. ഇഫ് ഒന്നുകൂടി പറയാം, ഇഫ് b ഈസ് എ ഡിവൈസർ ഓഫ് a, എയുടെ ഒരു ഡിവൈസർ b എങ്കിൽ മൈനസ് എയുടെ ഡിവൈസറും എന്താണ്? b തന്നെയാണ്. നെക്സ്റ്റ്, if b is a divisor of a, if b is a divisor of a, that is b is a divisor of a. എന്താണ് b? എപ്പോഴാണ് എയുടെ ഡിവൈസർ എന്ന് പറയാം? b ഒരു മൾട്ടിപ്പിൾ ഓഫ് a ആണെങ്കിൽ, അല്ലേ? അപ്പോൾ അതും വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ്, b ഡിവൈഡ്സ് a. അപ്പോൾ b എന്നുള്ള ഇൻഡിജർ എയുടെ ഡിവൈസർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, b ഡിവൈഡ്സ് a എന്നും പറയാം. ദാറ്റ് ഈസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? b ഡിവൈഡ്സ് a. ഇതിന്റെ മീനിങ് b ഡിവൈഡ് ബൈ a എന്നല്ല, അല്ല. ഓക്കെ, b ഡിവൈഡ്സ് a എന്നാണ് ഇതിന് വിളിക്കുക. ഇതെപ്പോഴാ പറയാം? b എന്നുള്ള ഇൻഡിജർ എയുടെ ഡിവൈസർ ആണെങ്കിൽ b ഡിവൈഡ്സ് a എന്ന് പറയും. ഓക്കെ, അപ്പോൾ മൂന്ന് വേർഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. b ഈസ് എ ഡിവൈസർ ഓഫ് a എന്ന് എഴുതാം, അല്ലെങ്കിൽ b ഈസ് എ ഫാക്ടർ ഓഫ് a, അത് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. b ഈസ് എ ഫാക്ടർ ഓഫ് a, അല്ലെങ്കിൽ b ഡിവൈഡ്സ് a. ഈ മൂന്ന് വേർഡിനും ഒരേ മീനിങ് ആണുള്ളത്. ഓക്കെ, ഇതെല്ലാം പറയുന്നത് എന്താണ്? b ബൈ a. b ഡിവൈഡ്സ് a പറഞ്ഞു കഴിഞ്ഞാൽ b ബൈ a എന്നല്ല, a ബൈ b ഒരു ഇൻഡിജർ ആണ് എന്നാണ്. അപ്പോൾ b ഡിവൈഡ്സ് a, ഇതിന്റെ മീനിങ് എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് a ബൈ b ഈക്വൽ ടു സം ഇൻഡിജർ, ദാറ്റ് ഈസ് a ഈക്വൽ ടു b c. അപ്പോൾ ഒരു മൂന്ന് വേർഡ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ വേർഡ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ്, b ഈസ് എ ഡിവൈസർ ഓഫ് a. Second, b is a
ഫാക്ടർ ഓഫ് എ. മൂന്നാമത്തെ ബി ഡിവൈഡ്സ് എ. ഇതിൻ്റെ എല്ലാം മീനിങ് എന്താണ്? എ ബൈ ബി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി സി. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.